ഹലോ! എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ദേ ഇന്ന് നമ്മുടെ ഉത്സവത്തിൻ്റെ 2-ാം ദിവസമാണല്ലോ. അപ്പോൾ 2-ാം ദിവസത്തെ വിശേഷങ്ങൾ നമുക്ക് കുറച്ച് കണ്ടാലോ. 2-ാം ദിവസത്തെ വിശേഷത്തിൽ പ്രധാന വിശേഷം ദേ അമ്മയുടെയൊക്കെ ഓണക്കളി, വീരനാട്യം ഇന്നിവിടെ നമ്മുടെ നമ്പൂരച്ചൻ്റെ അമ്പലത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ആൾക്കാരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ എല്ലാവരും താലത്തിനൊക്കെ പോയേക്കണേണ്. താലമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇപ്പോൾ തന്നെ എത്തും. അപ്പം ഞങ്ങളിപ്പോൾ താലം എടുത്തില്ല കേട്ടോ ഈ പ്രാവശ്യം. അപ്പോൾ ദേ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓണക്കളിയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടി നമ്മുടെ സുധപ്പൻ്റെ കളിയൊന്ന് നമുക്ക് കണ്ടാലോ. അപ്പോൾ അതേ അങ്ങനെ ബാക്കി കളികളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ ഒരേ കലാരൂപങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെയാണ് നമ്മളെ വീരനാട്യം ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഒരേ കളിയുടെ ഇടയ്ക്ക് നേരത്തെ സുധുവിൻ്റെ വേൽമുരുകൻ വന്ന പോലെ വിഷ്ണുമായ സ്വാമി, അയ്യപ്പൻ, അങ്ങനെ ഒരേ ദൈവങ്ങൾ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കൂടി ആ പാട്ടിൻ്റെ ഇതിൽ കൂടി അങ്ങനെ അവരെയും ഇങ്ങനെ ആരാധിച്ചു കൊണ്ടുള്ള അതൊക്കെയാണ് നടക്കണ ദേവി അങ്ങനെ കാര്യങ്ങളൊക്കെ വരും. അപ്പം നമുക്കിനി കുറച്ച് പഴയ വിശേഷങ്ങളൊന്ന് കേട്ടാലാ. പഴയ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പൂരിസിൻ്റെ അമ്പലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു ഇടമാണ് നമ്പൂരിസിൻ്റെ അമ്പലം. ഞാൻ എപ്പോഴും ഏത് സമയവും വിളിക്കുന്ന ഒരാളാണ് നമ്പൂരിച്ചാന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രത്യേക സന്തോഷമാണ് ഇവിടെ ഇരിക്കുമ്പോഴും ഇവിടെ വരുമ്പോഴും ഒക്കെ. ഞാൻ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം വിളിക്കണമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ എനിക്ക് എല്ലാവരുമായിട്ട് പങ്കുവെക്കാൻ പറ്റുമ്പോൾ ഒരുപാട് സന്തോഷം. ചിലപ്പോൾ ഞാൻ ഇതിനു മുമ്പും വീഡിയോ ഇട്ടിട്ടുണ്ടാവും നമ്പൂരിസിൻ്റെ അടുത്ത. പക്ഷേ ഈ ഒരു ഉത്സവ വിശേഷങ്ങൾ നമുക്ക് ഈ പ്രാവശ്യമല്ലേ ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഇനി ഒരു വർഷം കഴിയണ്ടേ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇടാനായിട്ട്. അപ്പോൾ അതുപോലെ നല്ല അടിപൊളിയായിട്ട് കളികളും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൂടി താലങ്ങളും വരുന്നുണ്ട്. താലങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ താലങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ താലമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ താലമൊക്കെ വരുന്നുണ്ട് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ആയിട്ട് 2 സൈഡിൽ നിന്നൊക്കെ താലങ്ങളും. ഇനി നാളെ ആനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് കൂടി വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെ ചെറിയ വെടിക്കെട്ടുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് എല്ലാവരെയും കാണിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ എല്ലായിടത്തും ഉത്സവങ്ങളൊക്കെ നടക്കണല്ലേ തക്കു. പിന്നെ എന്തിനാണ് ഇത് ഇത്രയും വലിയ കാര്യമായിട്ട് കാണിക്കണമെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഇഷ്ടപ്പെട്ട വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടവരായിട്ട് പങ്കുവെക്കുമ്പോൾ വളരെ സന്തോഷമല്ലേ. അപ്പോൾ നോക്കി ഞാൻ പറഞ്ഞില്ലേ താലം വന്നിട്ടുണ്ടെന്ന്. താലം വന്ന് ഈ സൈഡിൽ കൂടി ഇങ്ങനെ പോയെന്ന്. അപ്പോഴേക്കും നമ്മുടെ കളിക്കൊക്കെ കുറച്ച് ബ്രേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് താലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ താലം വന്നപ്പോഴേക്കും താലമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി മേളവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. താലം വന്ന സമയത്ത് എനിക്ക് താലത്തിൻ്റെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ സൈഡിൽ കൂടി നന്നായിട്ട് പോയതാണ്. എനിക്ക് വീഡിയോ എടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ താലത്തിനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പണ്ടത്തെ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കാനായിരുന്നു. പണ്ടൊക്കെ താലം നിർബന്ധമായിട്ടും എടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം എപ്പോഴും എല്ലാ സാഹചര്യങ്ങൾ കൊണ്ടും പറ്റണമെന്നില്ലല്ലോ. എന്നാലും സന്തോഷത്തിലാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ വന്നിരുന്നെല്ലാം കാണാമല്ലോ താലം എടുക്കാൻ പറ്റിയില്ലെങ്കിലും. അപ്പോൾ അങ്ങനെയൊക്കെ സന്തോഷത്തിലിതേ. അപ്പോൾ അവരുടെ കളിയുടെ അടുത്ത ഘട്ടമായ കാവടി തുള്ളലൊക്കെ ആയിരുന്നു കേട്ടോ. കാവടി തുള്ളലൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അമ്മയുടെയൊക്കെ കളി നിങ്ങളുടെ നാട്ടിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കേ, ഫോൺ നമ്പറൊക്കെ തരാം കേട്ടോ.
അപ്പോൾ അടിപൊളിയാണൊന്നും പറയാനില്ല, സൂപ്പർ കളിയാണ്. നമ്മുടെ കളി തന്നെ ആയതുകൊണ്ട് നമ്മൾ പൊക്കി പറയണമൊന്നുമല്ല കേട്ടോ, അടിപൊളിയായിരുന്നു. അവരെന്തായാലും ഒരുപാട് ബുദ്ധിമുട്ടിയതിൻ്റെ ബലം അവർക്കുണ്ട്. അതും നമ്മുടെ നമ്പൂരിസിൻ്റെ അടക്കം കളിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ ദേ കളികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നോക്കിയേ, ചുറ്റും നോക്കി നിങ്ങളെല്ലാവരും ആളുകളങ്ങ് കൂടി. എന്താണെന്ന് വെച്ചാൽ താലമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കളി കാണാനായിട്ട്, എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്തമായതാണല്ലോ, എല്ലാവർക്കും എല്ലായിടത്തും പോയി കളി കാണാനൊന്നും പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരേ രൂപങ്ങൾ ഇങ്ങനെ ഒരേ ദൈവങ്ങളുടെ ഇതൊക്കെ വരുമെന്ന്. അപ്പോൾ ദേ വിഷ്ണുമായ സ്വാമിയാണ് കേട്ടോ ആ കുഞ്ഞിത്. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ ചിലപ്പോൾ കൊണ്ടാട്ടത്തിൽ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ കുഞ്ഞ് മോള് നന്നായിട്ട് കളിക്കും കേട്ടോ. അവൾ എല്ലാവരും നന്നായിട്ട് കളിക്കും. അതിൻ്റെ ഇടയ്ക്ക് കൂടി കയറുന്ന കൃഷ്ണൻ ഉണ്ടായിരുന്നു. കൃഷ്ണൻ എനിക്ക് അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ കളികളൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അമ്മയും എല്ലാവരും എല്ലാവരുടെയും കളികളൊക്കെ നോക്കി. എല്ലാവർക്കും കളികളൊക്കെ ഇഷ്ടപ്പെട്ടായില്ലെന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ശ്രുതിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ണൻ്റെ കൂട്ടുകാരന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. സുനിച്ചേട്ടൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. സുനിച്ചേട്ടനും അവിടെ അമ്പലത്തിൽ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ നമുക്ക് വരണം നിർബന്ധിച്ച് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഒക്കെ സമയമായതുകൊണ്ട് തന്നെ നമുക്ക് നിർബന്ധിച്ച് എന്ന് പറയാൻ പറ്റില്ല. അതുമല്ല നമ്മുടെ ജോലി അങ്ങനത്തെ ജോലിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സുനിച്ചേട്ടന് വരാൻ പറ്റിയില്ല. വേറൊരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി കൂടാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കളികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കളികൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിത്തിരി സ്പീഡ് കൂട്ടണേ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ബോറടിക്കണ്ടല്ലോ എന്ന് ഓർത്താണ്. അപ്പോൾ എംബ്ലങ്ങളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ തെയ്യം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. തെയ്യം നമ്മൾ ഇപ്പം നമ്മുടെ കളിയിൽ ഇപ്പോൾ 2-3 കളിയിലായിട്ടുള്ളൂ. തെയ്യമൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഈ ഇങ്ങനെ പന്തമൊക്കെ കൊളുത്തി തെയ്യമൊക്കെ വന്ന് എല്ലാവർക്കും ഒരു വ്യത്യസ്തമായൊരു കാഴ്ച തന്നെയായിരുന്നു. ഞാനിത് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ, ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ തെയ്യവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒരാളും എഴുന്നേറ്റ് പോകാതെ, ചില പരിപാടികളിൽ എല്ലാവരും എഴുന്നേറ്റ് പോകില്ല. എന്തായാലും പരിപാടിയൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. നമ്മുടെ ഉത്സവത്തിൻ്റെ 2ാം ദിവസം കഴിഞ്ഞ് ഇനി 3ാം ദിവസമായിട്ട് ഇന്ന്, അതായത് ലാസ്റ്റ് ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം. അമ്മയുടെ വീരനാട്യം എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ മാത്രമേ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം കുറച്ചൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായില്ലേ എന്നൊക്കെ പറയണം അല്ലേ. അപ്പം എന്താണ് വിശേഷം? ഇന്നലെ നമുക്ക് വൈകുന്നേരം തിരക്കായിപ്പോയി. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ 2 ചാനലിലെ വീഡിയോ ഒന്നും നോക്കിയില്ല. അതെ, ഒന്നും എടുക്കാൻ പറ്റിയില്ല. എനിക്ക് വിളമ്പൽ ഡ്യൂട്ടി ആയിരുന്നു. ഇന്നലത്തെ നമ്മുടെ ഫുഡ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണിയും ചിക്കൻ കറിയും ആയിരുന്നു. പിന്നെ കപ്പയും മീൻ കറിയും ആയിരുന്നു. നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. തിരക്ക് വീട്ടിലിങ്ങനെ ആ സമയം നമ്മ ഫോണും കൊണ്ട് നിൽക്കാൻ പറ്റില്ല. നടക്കേമില്ല. മറന്നുപോയി ശരിക്കും. കുറേ മറന്നുപോയി ശരിക്കും. പിന്നെ നമ്മുടെ പായസം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മൊജിറ്റോ ഇത്തിരി വാളിപ്പോയാൽ സാരില്ല, നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം പിടിക്കാം. എല്ലാം എപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ. എന്നാലും ചിക്കൻ കറിയും ബിരിയാണിയും നല്ലതായിരുന്നു. അവർ ഇപ്പോൾ ബിരിയാണിയും ചിക്കൻ കറിയും കഴിക്കാൻ പോണേട്ടാ. ഞാനിപ്പോൾ പായസവും പപ്പടമൊക്കെ കൂടി കഴിച്ച് കടയിൽ പോയി ഒന്ന് മത്ത് പിടിച്ചിരിക്കാന്നറിയാം. കോപ്പിറൈറ്റ് വരുമോ? സുധപ്പനാണെങ്കിൽ ഇപ്പതേ ആന വന്നിട്ടുണ്ട്, അവിടെ കാണാൻ പോണ്. കണ്ണൻ അവിടെ അകത്തുണ്ട്. അവനവിടെ അകത്തുണ്ടോ എന്തൊക്കെയോ പരിപാടിയിലാണ്. ഞാനിപ്പോൾ പോകാൻ പോണേന്. അമ്മ ജോലിക്ക് പോയിട്ടാ. ഇന്നലെ കിടന്നപ്പോൾ തന്നെ 2 മണിയായി. വന്നാലും അമ്മ രാവിലെ ജോലിക്ക് പോയി. അമ്മയില്ലെങ്കിൽ അവിടെ ഒരു ദിവസത്തെ പണി ഇതാവുമല്ലോ. പിന്നെ നമ്മുടെ കൂടെയുള്ള ചേച്ചിക്ക് എന്തോ വയ്യാന്ന് പറഞ്ഞു കാരണം അമ്മ പോയി ജോലിക്ക്. അപ്പം ഞാനും അമ്മയും വൈകുന്നേരം വരും. ഉത്സവത്തിൻ്റെ മേളവും കാര്യങ്ങളും ഇന്ന് സദ്യയൊക്കെ ഉണ്ട്. ഇവർ 3 പേരും കൂടി സദ്യയൊക്കെ കഴിക്കാൻ പോകും. അതൊക്കെയാണ് നമ്മുടെ സദ്യ കഴിക്കാൻ പോകുന്ന ലീവാണ്. അതെ, ഇന്ന് ഉത്സവമായതുകൊണ്ട് ലീവാണ്. ഞാൻ പോകാൻ പറഞ്ഞിട്ടില്ലേ, മാമൻ്റെ സോപ്പിട്ട് നിൽക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ അച്ഛനും വിളിച്ചിട്ട് പിന്നെ ആ കൊച്ചിന് കുറേ പരിപാടികളുണ്ടാവും, നിനക്ക് പിന്നെ അങ്ങനെ പറയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ. അപ്പം അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പം ഇനി നമ്മുടെ ഉത്സവ വിശേഷങ്ങളായിരിക്കും അടുത്ത വീഡിയോ കാണാൻ പോണ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.